എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമേഴ്സീവ് മീഡിയയെ കുറിച്ചാണ്. ഇമേഴ്സീവ് മീഡിയ എന്ന് പറയുന്നത് ഓഡിയൻസിനെ ഒരു കണ്ടന്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മീഡിയ എക്സ്പീരിയൻസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ കണ്ടിരിക്കുന്നത് പോലെയല്ല, പകരം ആ സിറ്റുവേഷന്റെ ഭാഗമായി ഫീൽ ചെയ്യുന്ന രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ് ഇമേഴ്സീവ് മീഡിയ. ഇതിൽ മെയിൻലി വെർച്വൽ റിയാലിറ്റി, അതായത് VR, അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി അഥവാ AR, മിക്സ്ഡ് റിയാലിറ്റി പോലുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യും. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ VR ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ആ ഗെയിമിന്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ ഫീൽ ആകും. അതാണ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ്. ഇമേഴ്സീവ് മീഡിയ ഇപ്പോൾ എന്റർടൈൻമെന്റ് ഫീൽഡിൽ വളരെ പോപ്പുലർ ആണ്. സിനിമ, ഗെയിമിംഗ്, എഡ്യൂക്കേഷൻ, ജേർണലിസം, മാർക്കറ്റിംഗ് എല്ലാത്തിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ന്യൂ ജേർണലിസമിൽ വാർ ഏരിയ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഏരിയ 360 വീഡിയോ വഴി കാണിക്കുമ്പോൾ ഓഡിയൻസിന് ആ പ്ലേസിൽ ഉണ്ടെന്ന് പോലെ ഫീൽ ആകും. അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ സ്റ്റുഡൻസിന് ഹിസ്റ്ററി പ്ലേസസ് അല്ലെങ്കിൽ ഹിസ്റ്ററിനെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ സയൻസ് എക്സ്പെരിമെന്റ് വെർച്വലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. മാർക്കറ്റിംഗിൽ ബ്രാൻഡ്സ് AR ഫിൽട്ടർ യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാനുള്ള ചാൻസും കൊടുക്കുന്നുണ്ട്. ഇത് ഓഡിയൻസിന് കൂടുതൽ എൻഗേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇമേഴ്സീവ് മീഡിയയുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഓഡിയൻസിനെ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാം. നോർമൽ വീഡിയോസ് കാണുന്നതിനേക്കാളും ഇമേഴ്സീവ് കണ്ടന്റ് കൂടുതൽ റിയലിസ്റ്റിക് ഫീൽ ആകും. അതുകൊണ്ട് ആൾക്കാർ കണ്ടന്റ് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും, പിന്നെ അവർ നന്നായിട്ട് ഓർത്ത് വയ്ക്കുകയും ചെയ്യും. പക്ഷെ ഇതിന് ചില പ്രോബ്ലംസും ഉണ്ട്. VR ഡിവൈസസ് ഒക്കെ എക്സ്പെൻസീവ് ആണ്, എല്ലാ ആൾക്കാർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ ലോങ് ടൈം യൂസ് ചെയ്താൽ ഐ സ്ട്രെയിൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഡിസിനസ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകും. ഫ്യൂച്ചറിൽ ഇമേഴ്സീവ് മീഡിയ വളരെ വലിയ റോളാണ് പ്ലേ ചെയ്യുന്നതെന്ന് എക്സ്പേർട്സ് പറയുന്നത്. മെറ്റാവേഴ്സ്, വെർച്വൽ ഇവന്റ്സ്, വെർച്വൽ ക്ലാസ് റൂംസ് പോലുള്ള കോൺസെപ്റ്റ് ഓൾറെഡി വളർന്നുണ്ട്. പിന്നെ ടെക്നോളജി ഇംപ്രൂവ് ആകുമ്പോൾ ഇമേഴ്സീവ് മീഡിയ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമായി മാറിയിട്ടുണ്ട്. ഇമേഴ്സീവ് മീഡിയയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.